അവിടെ CPM പ്രതിഷേധത്തിനൊരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ ED റെയ്ഡ് നടക്കുമ്പോൾ CPM പ്രവർത്തകർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ 5 ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, നേരത്തെ തന്നെ പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് കുറച്ച് പ്രവർത്തകർ എത്തിയിരുന്നു. പോലീസിനെ അവിടെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഒരു റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണോ CPM-ന്റെ നീക്കം? സ്മൃതി, തീർച്ചയായിട്ടും അത്തരത്തിൽ ഇത്തരമൊരു പ്രതികാര നടപടി അല്ലെങ്കിൽ ഇത്തരമൊരു പ്രതിപക്ഷ വേട്ടയാടൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM ഉള്ളത്. അതിന്റെ ഭാഗമായി തന്നെ CPM പ്രവർത്തകർ പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കണ്ണൂർ പിണറായിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നേരത്തെ ഈ ഭാഗത്തൊക്കെ പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആ പാർട്ടി പ്രവർത്തകരെ പ്രധാന റോഡിലേക്ക്, അതായത് ഈ വീട്ടിലേക്ക് കടക്കുന്ന ഇട റോഡിൽ നിന്നും മാറ്റി പ്രധാന റോഡിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ സെക്രട്ടറി KK രാഗേഷും പിണറായി ഏരിയ സെക്രട്ടറിയും പിണറായിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 6 മണിയോടെയാണ് ED സംഘം ഈ പ്രദേശത്തേക്ക്, അതായത് ഈ റെയ്ഡിന് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിലേക്ക് എത്തിയത്. 7 മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അല്ലെങ്കിൽ അവരെ വിളിച്ചതിനെ തുടർന്ന് ഈ സ്ഥലത്തേക്ക് എത്തി പരിശോധന 7 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഇപ്പോൾ പരിശോധന നടത്തുന്ന വീട്ടിനകത്ത് നിലവിലുള്ളത് ഈ വീടിൻ്റെ കെയർ ടേക്കറും പിണറായിലുള്ള CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുമാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 5 ED ഉദ്യോഗസ്ഥരാണ് ഇവർ സംഘത്തിലുണ്ടായിരുന്നത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 3 ഉദ്യോഗസ്ഥർ എന്നുള്ളതായിരുന്നു പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ 5 ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം പുറത്തു വന്നു 7 മണിയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പുറത്തറിയുന്നത്. ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരുമൊക്കെ മറ്റ് പാർട്ടി പ്രവർത്തകരെ വിവരം അറിയിക്കുകയും അതോടുകൂടി തന്നെ ഇവിടെ പാർട്ടി പ്രവർത്തകർ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം നമ്മളോടൊപ്പം ഇത് പ്രതികാര ബുദ്ധിയോടെയുള്ള ED-യുടെ വേട്ടയാടലാണ്. നേരത്തെ വിജിലൻസ് കോടതി തള്ളിയ ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും ഈ വേട്ടയാടലിനെ പാർട്ടി പ്രതിരോധിക്കും, നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കും. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി ഉണ്ട് എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അവരെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കെയർടേക്കറാണുള്ളത്, 2 പേരാണുള്ളത്. ഇപ്പോൾ എന്തായാലും അറിയില്ല, വിശദാംശമൊന്നും അറിയില്ല. CPM ഇതിനെ രാഷ്ട്രീയമായി തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. പറയുന്ന രീതി ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഒരു 10 മണിക്ക് ചേരും. സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നതിന് ശേഷം പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്യും. എന്തായാലും ഇത് തന്നെയാണ് CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. ഇതൊരു പ്രതിപക്ഷ അല്ലെങ്കിൽ പ്രതികാര വേട്ടയാടലാണ് നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നിയമ പോരാട്ടങ്ങളിൽ കോടതി ആ കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിൽ ED-യുടെ ഭാഗത്ത് നിന്ന് അത്തരം വേട്ടയാടലുകളാണ് തമ്പടിച്ചിരിക്കുന്നു. ഒരു പ്രകടനം നടത്താനുള്ള ആലോചനയൊക്കെ CPM നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, പാർട്ടി ആലോചിച്ച ശേഷം പ്രതികരിക്കുമെന്നുള്ളതാണ്. പാർട്ടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ED ഏതൊക്കെ രൂപത്തിൽ നീങ്ങുന്നു എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നേരത്തെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മറുപടിയായി നൽകിയിരിക്കുന്നത്.